ആ കാണുന്നതാണ് കാന്താര. അങ്ങോട്ടേക്ക് ഒരിക്കലും പോകരുത് മക്കളെ. അതെന്താ? അവിടെ അവിടെ ഒരു ബ്രഹ്മരക്ഷസുണ്ട്. ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മക്കളെ, ശരിക്കും ബ്രഹ്മരക്ഷസ. പ്രകൃതിയെ ആരാധിച്ച് ജീവിച്ചിരുന്നവര് ആ കല്ലിൽ ദൈവാംശമുണ്ടെന്ന് മനസ്സിലാക്കിയ ആർക്കും വേണ്ടാത്ത ആ കുഞ്ഞിനെ വൈദ്യ സ്വയം ഏറ്റെടുത്തു. എത്താൻ അല്പം വൈകിയെന്ന് തോന്നുന്നു അല്ലേ? ചന്തയിൽ വെച്ച് നമ്മുടെ ചരക്കുകൾ മോഷ്ടിക്കാൻ ശ്രമിച്ചു. ചോദിച്ചപ്പോൾ ഞങ്ങളെ ആക്രമിച്ച് വൻ നഷ്ടമുണ്ടാക്കി. ഇവരുടെ നശിച്ച കാട്ടിലൊരു കുന്തൂലടാ, എല്ലാം വെറും കഥകളാ. കാന്താരയിലുള്ളവർ നമ്മുടെ തുറന്നാട്ട് അടുത്ത തങ്ങളുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. നമുക്കുണ്ടായ കളങ്കത്തിന് കാന്താരയിലുള്ളവരുടെ രക്തം കൊണ്ട് പകരം ചോദിച്ചു. നിങ്ങളെ അവിടെ നിന്ന് ജീവനോടെ വിട്ടതല്ലേ? ഇവിടെ വന്ന് നിങ്ങളുടെ ആൾക്കാരെ അടിച്ച് നിങ്ങളുടെ മുന്നിൽ നിൽക്കുക. ഞങ്ങൾക്കിനിയും തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് കരുതുന്നുണ്ടോ? ഇനിയും കാത്തിരിക്കാൻ ക്ഷമയില്ല കനകവതി. എന്റെ കത്തികളുടെ രക്തത്തിനായി കൊതിക്കുന്നു. കാട്ടിലുള്ള ശക്തികളെ ഭയന്ന് ഇത്രയും വർഷം യുദ്ധം വേണ്ടെന്ന് വെച്ചു. കാന്താര നമ്മുടേതായി മാറണം. അധർമ്മത്തെ നേരിടാൻ ഒടിയോൻ ഗണങ്ങളെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ ഇപ്പോൾ ഈശ്വരന്റെ പൂന്തോട്ടത്തിലുള്ള നാം ഓരോരുത്തരും ഈശ്വരന്റെ ഗണങ്ങളാ.